ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു 2 മോഡലിൽ നമ്മൾ ചെയ്യുന്ന ഇൻവിസിബിൾ ചെയിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇൻവിസിബിൾ ചെയിൻ്റെ ആ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വേറൊരു മോഡൽ ചെയിനായിട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഗിയർ വയർ തന്നെയാണ് കേട്ടോ. ഗിയർ വയറും ഗിയർ ലോക്കും വേണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കിരി, അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ലോക്കറ്റാണ്. അത് 2 സ്റ്റോൺ കളറിൽ വരുന്ന സ്റ്റോണുള്ള ലോക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളർ, അതുപോലുള്ള ഒരു സ്റ്റോണിന് മാച്ചായിട്ടുള്ള ഗ്രീൻ ക്രിസ്റ്റലും സൈഡ് റിങ്ങും ഫിഷ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ നമുക്ക് സൈഡ് റിങ്ങിനെയും ഫിഷ് ഹൂക്കിനെയൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫിഷ് ഹൂക്കാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം 2 ഗിയർ ലോക്ക് ഇട്ടു, അതിന് ശേഷം ഫിഷ് ഹൂക്ക് ഇട്ടു. ഇനി നമുക്ക് ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഗിയർ വയർ ഗിയർ ലോക്കിലൂടെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ പുറത്തേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പുതിയതായിട്ട് കാണുന്നവരും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മിസ്സായി പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറയുന്നത് നമ്മളിവിടെ ക്ലാസ് ആണ് കൊടുക്കുന്നത്, പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഗിയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഫിഷ് ഹൂക്കിനെ. ഇനി നമുക്ക് ചക്കിരി ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ 2-3 എണ്ണം കണക്റ്റ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചതുപോലെ ഒന്ന് പതുക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ബീഡ്സുകളൊക്കെ കോർത്ത് തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇടുക, അതിന് ശേഷം ഞാനിവിടെ ഒരു ചക്കിരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്രിസ്റ്റൽ ബീഡും വീണ്ടും ചക്കിരി റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മുടെ ലോക്ക് ഇട്ട് കൊടുക്കുക, ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടതിന് ശേഷം നമുക്കിതിനെ എവിടെയാണ് ലോക്ക് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാല എന്ന് പറയുന്നത് ഞാൻ അധികം ഗ്യാപ്പ് ഇടാതെയാണ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ഭാഗം നമുക്ക് ഒഴിച്ചിടാം, ബാക്കിലേക്ക് വരുന്ന ഭാഗം ഒഴിച്ചിട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ ഗിയർ ലോക്കിന് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബീഡ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിലിട്ട ഗിയർ ലോക്കിന് ലോക്ക് ചെയ്യുക. അത് ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് സെൻറ്റർ വരെ ഒന്ന് ഇതുപോലെ ഇടവിട്ട് കോർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കോർത്ത് കൊടുക്കുന്ന ബീഡ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇൻവിസിബിൾ ചെയിൻ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബീഡ് ചെയ്തിട്ട് അടുത്ത ബീഡ് തമ്മിലുള്ള ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് എത്ര എണ്ണം വെച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ സെൻറ്റർ ഒന്ന് നോക്കുക. അപ്പോൾ സെൻറ്റർ നോക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഗിയർ വയർ ഇതുപോലെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് വേണം സെൻറ്റർ മാർക്ക് ചെയ്യാൻ. കാരണം നമുക്ക് അവിടെ സൈഡ് റിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം അവിടെ. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമാണ് കേട്ടോ, 3 ബീഡ് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഒരു സൈഡിൽ നമുക്ക് ചെയ്ത് പോവാം. പിന്നത്തെ സൈഡ് വരുമ്പോൾ ഇതിന് കറക്റ്റ് ലെവൽ ചെയ്തുകൊണ്ട് വേണം ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്ററിൽ നിന്നുള്ളത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ 3 എണ്ണം ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെൻറ്ററിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ സെൻറ്ററിലാണ് ലക്ഷ്മി ലോക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് ആദ്യം തന്നെ സെൻറ്ററിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം എന്നുള്ളത് നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരെണ്ണം ലോക്ക് ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് 2 എണ്ണം ലോക്ക് ചെയ്യായിരുന്നു. നമ്മുടെ ലോക്കറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2 ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തോളൂ. 2 ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുക. അത് സെൻറ്ററിൽ നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം. കാരണം ഒരു 3 പെൻഡൻറ്റ് സെൻറ്ററിൽ വരണമെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വരുള്ളൂ. നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ലോക്കറ്റ് അവിടെ വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇങ്ങോട്ട് നീക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയിട്ട് നമ്മൾ ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ആദ്യം ഗ്രീൻ സ്റ്റോൺ വരുന്ന പെൻഡൻ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാനൊരു മെറൂണിഷ് ഷെയ്ഡ് വരുന്ന പെൻഡൻ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റോണ് അതിട്ടു, വീണ്ടും ഗ്രീൻ തന്നെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ 3 എണ്ണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോ പെൻഡൻറ്റിൻ്റെ ഇടയിൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം സെൻറ്ററിൽ. ഞാനിപ്പോൾ ഇതിങ്ങനെ 3 എണ്ണം വരുന്ന ഒരു രീതിയിൽ ആ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ട് കിടക്കില്ല. പക്ഷേ നമ്മൾ കഴുത്തിലിട്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആയിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. ഇനി നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു ഗിയർ ലോക്കാണ് ഞാൻ ഇട്ടത്, 2 ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 2 എണ്ണം ഇടുമ്പോഴാണ് കറക്റ്റ് അത് നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ലെവലാക്കി ടൈറ്റാക്കിയിട്ട് 2 ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് സെൻറ്ററിൽ നമ്മൾ ആ ഒരു പെൻഡൻറ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പെൻഡൻറ്റും അതുപോലെ ക്രിസ്റ്റൽ ബീഡും വെച്ചിട്ട് ഞാൻ നമ്മുടെ ഗോൾഡൻ ചെയിനിൽ വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ലൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സെൻറ്ററിൽ ലോക്കറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റും നമ്മൾ ഇതുപോലെ തന്നെ ബീഡ്സുകളെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഈ ഒരു ലെവലിൽ പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് നോക്കാനായിട്ട്. 3 തന്നെ വരണം, അത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ വരണം. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ടേപ്പോ സ്കെയിലോ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ബീഡ് തമ്മിലുള്ള ഗ്യാപ്പും എത്രത്തോളം ഉണ്ടെന്ന് സെൻറ്ററിൽ നിന്ന് നോക്കുക ആദ്യം. അതിനുശേഷം രണ്ടാമത് ചെയ്ത ബീഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് അതൊക്കെ നോക്കി ചെയ്യാം കേട്ടോ. ഇനി ലാസ്റ്റിൽ നമ്മളിതേ ഗിയർ ലോക്ക് സൈഡ് റിങ്ങിനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഗിയർ ലോക്ക് ഇട്ടു, അതിനുശേഷം സൈഡ് റിങ് ഇട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഗിയർ വയറിനത് ഓപ്പോസിറ്റ് ഗിയർ ലോക്കിലൂടെ അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബീഡ്സ് തമ്മിലുള്ളൊക്കെ ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറയാതെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കാണുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. നമ്മളൊരു തവണ അത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗിയർ ലോക്ക് ഇടുമ്പോഴും ഫസ്റ്റിലെ ഗിയർ ലോക്ക് നമ്മൾ സൈഡ് റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഫിഷ് ഹൂക്കിൻ്റെ അടുത്ത് തന്നെ ഇടാം. സെക്കൻഡ് വരുന്നത് നമ്മുടെ ഗിയർ വയർ നിൽക്കുന്നുണ്ടാവുമല്ലോ, നമ്മൾ ഓപ്പോസിറ്റ് കോർത്ത ഗിയർ വയർ അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്നിടാം. അപ്പോൾ നമ്മുടെ കഴുത്തിൽ ടച്ച് ചെയ്യില്ല. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ ഇൻവിസിബിൾ ചെയിൻ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബാക്ക് ചെയിനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ക്രിസ്റ്റലിൻ്റെ ബ്ലാക്കിൻ്റെ ബീഡും 2 ബ്ലാക്ക് കളറിലുള്ള പെൻഡൻറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ലോക്ക് വേണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് ഗോൾഡൻ ഡിസൈനർ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഫസ്റ്റിൽ നമ്മൾ ഫിഷ് ഹൂക്കൊക്കെ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ബാക്ക് ചെയിൻ ലോക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം, അതിന് ശേഷം ബാക്ക് ചെയിൻ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക് ചെയിൻ ഇട്ടിട്ടാണ് ഗിയർ ലോക്ക് ഇടുന്നത്. നമുക്ക് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഗിയർ ലോക്കിന് നമുക്ക് അപ്പുറത്തേക്ക് കടത്താൻ പറ്റും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 2 തന്നെ ഇട്ട് കൊടുക്കുക, 2 ഗിയർ ലോക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഫിഷ് ഹൂക്കൊക്കെ ലോക്ക് ചെയ്യാറ് അതുപോലെ തന്നെ ത്രെഡിനെ ആ ഒരു ചെയിൻ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഗിയർ ലോക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്തെടുക്കുക. ഇതേത് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. കൊളുത്തായാലും ഫിഷ് ഹൂക്കായാലും എന്തും ഗിയർ ലോക്കിലേക്ക് നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. അതിന് വേറെ ഒരു മാറ്റവും ഇല്ല. അതിന് ശേഷം നമുക്ക് പ്രസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാക്ക് ചെയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗോൾഡ് ലുക്കിൽ വരുന്ന മാലയിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. ഇതൊക്കെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. ഇറക്കം അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇടാനും പറ്റും. കൊളുത്തിന് ഒരുപാട് കണ്ണി ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഇറക്കിയും കയറ്റിയും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ചോക്കറായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്തിലൊക്കെ ഇടാൻ പറ്റും ഈ ഒരു ബാക്ക് ചെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ചെയിൻ ഒന്നുമില്ലാതെ തന്നെ ബാക്ക് ത്രെഡ് ഇട്ടിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സൈഡ് റിങ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ചെയിനിൽ നമ്മൾ സെൻറ്ററിൽ മാത്രമാണ് പെൻഡൻറ്റ് കൊടുക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ത്രെഡിന് കുറച്ച് ലെങ്ത് ഉണ്ടായ കാരണം ഞാൻ കുറച്ച് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ സെൻറ്റർ മാർക്ക് ചെയ്തത്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ആദ്യം തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ ഇടയിലേക്ക് ആ ഒരു പെൻഡൻറ്റും ബീഡ്സുമാണ് കോർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഗോൾഡൻ്റെ ബീഡ് ഇട്ട് കൊടുത്തു. ചെറിയ ബീഡാണ് കേട്ടോ, അത് ഒരു ഡിസൈൻ വരുന്നുണ്ട് അതുമേ. അത് നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡാണ്, ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ട് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു. അതിന് ശേഷമാണ് നമ്മുടെ പെൻഡൻറ്റ് എടുക്കുന്നത്. ഞാനിവിടെ ഗോൾഡൻ ക്രിസ്റ്റൽ ബീഡ് എടുത്തത് ആ പെൻഡൻറ്റിൻ്റെ സെൻറ്ററിൽ ഗോൾഡൻ കളറാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്രിസ്റ്റൽ എടുത്തത്. വീണ്ടും നമ്മളിതാ പെൻഡൻറ്റ് ഇട്ടതിന് ശേഷം ആ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ബീഡ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കോർക്കുക. ഗോൾഡനും ക്രിസ്റ്റലും ഗോൾഡൻ ആ രീതിയിൽ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ബീഡ്സ് കോർത്തിട്ട് അടുത്ത പെൻഡൻറ്റ്, അങ്ങനെ 2 പെൻഡൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ പെൻഡൻറ്റിൻ്റെ ഉള്ളിൽ ബീഡ്സ് എങ്ങനെ കോർക്കണം എന്നുള്ളത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് പോലെ ചെയ്യണമെന്നില്ല, ഞാനൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നേ ഉള്ളൂ കേട്ടോ. അത് തന്നെ ഡിസൈൻ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തി ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. വെറുതെ നമ്മൾ ഒരൊറ്റ ഇൻവിസിബിൾ ചെയിൻ കാണിച്ച് തന്നിട്ട് അതല്ലല്ലോ, കുറച്ച് ഐഡിയാസ് നമ്മൾ പറഞ്ഞു തരും, അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ലാസ്റ്റിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തു. പെൻഡൻ്റ് ഒന്നും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്ക് പോയാൽ തന്നെ ഭംഗിയില്ല. ഇനി ലാസ്റ്റിൽ നമുക്കതിൻ്റെ ബാലൻസ് വരുന്ന ചെയിൻ ഉണ്ട്, അതും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാലൻസ് ത്രെഡിനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ചെയിനും കൂടി നമുക്ക് ഇതുപോലെ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 മാലയുടെയും ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രീ ക്ലാസ് ആണ്, അപ്പോൾ ഫ്രീ ടൈമിൽ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മെറ്റീരിയൽസ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഷോർട്സിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാങ്ങിക്കാനെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. അതുപോലെ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മെറ്റീരിയൽസ് ഇറക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.